ഹലോ ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രവും വേദിയും തമ്മിൽ വളരെ നല്ല സ്നേഹത്തിലൊക്കെ പോവാണ് കേട്ടോ. അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൽ വഴക്കും പിണക്കും ഒക്കെ മാറിയിട്ട് വിക്രവും വേദിയും ഒന്നാവാൻ പോവാണ്. വിക്രത്തിന് വേദ മതി തൻ്റെ ഭാര്യയായിട്ട് എന്നൊക്കെ തോന്നുകയാണ്. കാരണം വിക്രത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കുറേ സംഭവങ്ങൾ അത് വേദ സ്വാധീനിക്കുന്നുണ്ട്. വേദ കുടുംബത്തിന് വേണ്ടിയിട്ടും വിക്രത്തിന് വേണ്ടിയിട്ടും എല്ലാവരുടെ ഒത്തൊരുമയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം അവിടെ ഒരു മഞ്ഞുരുകയാണ് ചെയ്യുന്നത്. സുധാകരൻ മാഷിനും വിക്രത്തിനോടും വേദയോടും സ്നേഹമാകുകയാണ്. അതുപോലെ തന്നെ വിക്രവും വേദിയും ഒന്നാവാനും പോവാണ് കേട്ടോ. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വിക്രം പാർട്ടിയിൽ മെമ്പർഷിപ്പൊക്കെ എടുക്കണമെന്ന് പറയുകയാണ് കേട്ടോ. നമ്മുടെ ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, പീപ്പിൾസ് പ്രോഗ്രസീവ് പാർട്ടിയിലെ യൂത്ത് വിങ്ങിൻ്റെ ലീഡറായിട്ട് നിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്യാണ്. അതുകൊണ്ട് ഈ ഖദറൊക്കെ ഇട്ടിട്ട് വരണം ഇടയ്ക്കൊക്കെ എന്ന് പറയാം. പാർട്ടി മീറ്റിങ്ങുകളിലൊക്കെ വരുമ്പോൾ മതി, അല്ലാതൊന്നും വേണ്ട. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതൊന്നും വേണ്ട സാർ, എനിക്കതൊന്നും പറ്റില്ല. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. ജനങ്ങളുമായിട്ടൊന്ന് നേരെ ചോദിന് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റില്ല. അപ്പം ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ സംസാരിക്കാനൊക്കെ അറിഞ്ഞിട്ടാണോ എല്ലാവരും കേന്ദ്ര തലത്തിൽ വരെ എത്തുന്നത്? അല്ലല്ലോ, നീ ഒന്ന് സഹകരിച്ചാൽ മതി. നമ്മുടെ പാർട്ടിയിലെ ഒരു യൂത്ത് വിങ്ങിൻ്റെ ലീഡറാക്കാനും നിന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാനും ഒക്കെ ഞാൻ തീരുമാനിച്ചിരിക്കുകയെന്ന് പറയാം. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഒരു കമ്മിറ്റി ഉണ്ട്, നീ ഈ വെള്ളയൊക്കെ ഇട്ടിട്ട് വരണമെന്ന് പറയുമ്പം വിക്രം പറയാണ്, അത് സോറി സാർ, ഇന്ന് വീട്ടിലെ ഒരു ആവശ്യത്തിനായിട്ട് എനിക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് ഇത് എനിക്ക് പറ്റില്ല, ഇതെന്നെ ഒഴിവാക്കി തരണമെന്ന് പറയാം. അപ്പോൾ ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട്, അത് ശരി, നീ അങ്ങനെ ആയിക്കോ, കുഴപ്പമില്ല, ഇനി പിന്നീട് വന്നാലും മതി എന്ന് പറയാണ്. അങ്ങനെ വിക്രം ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു ജോലി വേണം എനിക്കിന്ന് എൻ്റെ അധ്വാനം കൊണ്ടുണ്ടാകുന്ന ജോലി കൊണ്ട് എനിക്ക് കുറച്ച് പണം ഉണ്ടാക്കണം എന്ന് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നീ ശ്രീനിവാസ സാറിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ, ആ പണം വാങ്ങിയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയാണ്, അതല്ല, ഞാൻ എൻ്റെ വേർപ്പൊഴുക്കിയിട്ട് ഉണ്ടാക്കുന്ന പണം എന്ന് പറയുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇത്രയും നാളും ഇല്ലാത്ത ഒരാഗ്രഹമൊക്കെ നിനക്കിപ്പോൾ ഉണ്ടാകാൻ എന്താ കാര്യം? അതൊക്കെ ഇളക്കി വിട്ടത് ആ വേദയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഏയ് അവൾ പറഞ്ഞിട്ടൊന്നുമല്ല, ഇതെൻ്റെ മനസ്സിൽ തോന്നിയിട്ടാ എന്ന് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, പിന്നെ ഞങ്ങളതങ്ങ് വിശ്വസിച്ചു. ഇത്രയും നാൾ നിനക്ക് തോന്നിയിട്ടില്ല, ഇപ്പോൾ 28ാമത്തെ വയസ്സിലല്ലേ നിനക്കിത് തോന്നുന്നേ എന്ന് പറയാം. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എവിടെയെങ്കിലും എന്ത് പണിയായാലും വേണ്ടില്ല ഉണ്ടോ, അത് നിങ്ങൾ പറ എന്ന് പറയുമ്പോൾ പറയാണ്, നിനക്ക് ചാക്ക് ചുമക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അപ്പോൾ വിക്രം എടുത്ത വായിക്കുക എന്നെ പറയാണ്, ചെയ്യാം, എവിടെയാ എന്ന് ചോദിക്കുക. അപ്പോൾ അവരെല്ലാം അത്ഭുതപ്പെട്ടു പോവുക കേട്ടോ. ഒറ്റ തവണ പോലും ആലോചിക്കാതെ വിക്രം ആ ടാസ്ക് അങ്ങ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ വിക്രം ചാക്ക് ചുമക്കാനായിട്ട് പോവുകയാണ്. സുധാകരൻ മാഷിൻ്റെയും അതുപോലെ തന്നെ കമലയുടെയും പിറന്നാളിന് സ്വന്തം അധ്വാനം കൊണ്ട് പണം ഉണ്ടാക്കി എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് വിക്രത്തിൻ്റെ ആഗ്രഹമാണ്. അല്ലാതെ വാങ്ങിക്കൊടുത്താൽ തൻ്റെ അച്ഛൻ അത് വാങ്ങി വലിച്ചെറിയുമെന്ന് വിക്രത്തിനറിയാം. അപ്പം വേദ പറഞ്ഞു കൊടുത്തതാണ്, ഒരു ദിവസമെങ്കിലും സ്വന്തം അധ്വാനം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ചാക്ക് ചുമക്കാനും വിക്രം തയ്യാറാവുകയാണ് കേട്ടോ. അതേസമയം സുധാകരൻ മാഷും കമലയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് എല്ലാവരുടെയും പേരിൽ പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുന്നുണ്ട്. സുധാകരൻ മാഷാണെങ്കിൽ മക്കളുടെ 4 പേരുടെ പേരിലും കഴിക്കുമ്പം കമല പറയുന്നുണ്ട്, വിക്രവും നമ്മുടെ മോനല്ലേ എന്ന് പറയുക. അപ്പോൾ വിക്രത്തിൻ്റെയും വേദയുടെയും കമലയുടെയും പേരിൽ കഴിക്കാൻ പോകുമ്പോഴേക്കും അങ്ങോട്ട് വേദയുടെ മുത്തശ്ശി വരെയാണ് കേട്ടോ. വേദയുടെ മുത്തശ്ശി പറയുന്നുണ്ട്, വിക്രത്തിൻ്റെയും വേദയുടെയും കമലയുടെയും പേരിൽ ഒരു പുഷ്പാഞ്ജലി കൂടി കഴിച്ചോളൂ എന്ന് പറയുക. അതുപോലെ സുധാകരൻ മാഷിൻ്റെയും കമലയുടെയും പേരിൽ ഒരു ദാമ്പത്യ പൂജ കൂടി അവർ കഴിപ്പിക്കുകയാണ്. അപ്പോൾ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, എനിക്കിതിനോടൊന്നും താല്പര്യമില്ല, ഞാനങ്ങനെ വഴിപാടുകളൊന്നും എനിക്ക് വേണ്ടി ചെയ്യാറില്ലെന്ന് പറയുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, അത് അങ്ങനെയല്ല, ആരെങ്കിലുമൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അവിടെയും അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ പിൻബലം വരെയാണ് 2 കുടുംബങ്ങൾ തമ്മിൽ. അങ്ങനെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ പറയുന്നുണ്ട് കേട്ടോ കമലയ്ക്കും സുധാകരൻ മാഷിനും. അങ്ങനെ വീട്ടിലെത്തുകയാണ് അമ്പലത്തിൽ നിന്ന്. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഒരു സെലിബ്രേഷൻ മൂഡിൽ തന്നെയാണ്. എല്ലാം നല്ല അണിയിച്ചൊരുക്കി ഒക്കെ വച്ചിരിക്കുകയാണ് കേട്ടോ. വേദിയാണ് ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കേക്കും വാങ്ങിയിട്ടുണ്ട്, ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി അച്ഛ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കേക്ക്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് എല്ലാവരും നിൽക്കുകയാണ്. അതേസമയത്ത് വിക്രം മാത്രം അവിടെ ഇല്ല കേട്ടോ. അങ്ങനെ വിക്രം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനൊന്നും സുധാകരൻ മാഷ് തയ്യാറാവുന്നുമില്ല. അപ്പോൾ
കേക്ക് കട്ട് ചെയ്യാണ്. അങ്ങനെ സുധാകരൻ മാഷ് കേക്ക് കട്ട് ചെയ്ത് കമലയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ വേദയും അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ സന്തോഷ നിമിഷത്തിലാണ് വിക്രം ചാക്കൊക്കെ ചുമന്ന് ഓടി വരുന്നത്. അത് നമ്മുടെ വേദ അതിന് മുമ്പ് തന്നെ കാണുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വേദ അച്ഛനും അമ്മയ്ക്കും കേക്ക് വാങ്ങാനായിട്ട് ടൗണിലേക്ക് പോവാണ്. ആ സമയത്ത് ഒരു ഗോഡൗണിൽ ചാക്കിൽ ചുമക്കുന്ന വിക്രത്തിനെ കാണുകയാണ്. വളരെ ഭാരമുള്ള ചാക്കുകൾ വിക്രം ചുമന്നുകൊണ്ട് പോകുമ്പം വേദ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് വേദ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം അധ്വാനം കൊണ്ട് എന്തെങ്കിലും സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ട് പാവം വിക്രം ചാക്കാണല്ലോ ചുമക്കുന്നത്. ഈ ചാക്ക് ചുമന്നിട്ടാണല്ലോ വിക്രം പണം ഉണ്ടാക്കി കൊണ്ടുവരുന്നത് എന്നൊക്കെ വിചാരിച്ച് വേദയ്ക്ക് നല്ല അഭിമാനം തോന്നുകയാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും വിക്രം ആ പണിയെടുത്ത് കിട്ടുന്ന കാശുകൊണ്ട് മുണ്ടും ഷർട്ടും ഒക്കെ വാങ്ങിക്കൊണ്ട് വരികയാണ് കേട്ടോ. സുധാകരൻ മാഷിന് അതുപോലെ കമലയ്ക്ക് ഒരു സാരിയും വാങ്ങുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവിടെ എത്തിയിട്ട് ഈ ഗിഫ്റ്റ് കമലയുടെ കയ്യിലേക്ക് നീട്ടുകയാണ്. അപ്പോൾ തന്നെ ആ നീട്ടുന്ന നിമിഷം തന്നെ നമ്മുടെ സുധാകരൻ മാഷ് അത് തട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിവിടെ വേണ്ട, കണ്ട രാഷ്ട്രീയക്കാരെ തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്ത് നടക്കുന്ന ഇവൻ്റെ പണം കൊണ്ട് ഒരു സാധനവും എനിക്ക് വേണ്ട എന്ന് പറയാണ്. അപ്പോൾ വിക്രത്തിന് ആകെപ്പാടെ വിഷമാവുകയാണ്. കമലി അവിടെ നിന്നിട്ട് കരയുന്നുണ്ട് കേട്ടോ. അതേസമയം വിക്രം പറയുന്നുണ്ട്, ഇത് ഞാൻ അങ്ങനെ വേണ്ടാത്ത രീതിയിലൊന്നും ഉണ്ടാക്കിയതല്ല. അപ്പോൾ മാഷ് പറയാ, നീ കൂടുതലൊന്നും പറയണ്ട, നീ എങ്ങനെയാണ് പണം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതെന്ന് എനിക്കറിയാം, എനിക്ക് ഈ സമ്മാനം വേണ്ട എന്ന് പറഞ്ഞ് തട്ടിത്തെറിപ്പിച്ച് അകത്തേക്ക് കയറി പോവാണ്. അത് വേദയ്ക്ക് നല്ല വിഷമാവുകയാണ്. വിക്രമാണെങ്കിൽ റൂമിലേക്ക് പോവാണ്. വേദ ആ പുറകെ അങ്ങ് പോകുന്നുണ്ട്. വേദ പുറകെ ചെന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട്, വിഷമിക്കേണ്ട വിക്രം, ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എന്ന് പറയാണ്. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഇത് ഞാൻ കട്ടതും മോഷ്ടിച്ചതും അടിയുണ്ടാക്കിയതും ഒന്നുമല്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ആ ചാക്ക് ചുമന്നിട്ട് കിട്ടിയ പണമായത് എന്ന് പറയാം. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഞാൻ കണ്ടിരുന്നു, ഞാൻ ടൗണിൽ വന്നപ്പോൾ കണ്ടതാ വിക്രം ചാക്ക ചുമക്കുന്നത്. എനിക്ക് ആ നിമിഷം അഭിമാനവും തോന്നി, വിക്രത്തിന് ഇത്രയധികം മാറ്റം വന്നല്ലോ എന്ന് ഓർത്തിട്ട്. ഇതുപോലെ മാറാൻ പറ്റും വിക്രത്തിന്, ഇനിയും മാറാം. അപ്പോൾ വിക്രം പറയാണ്, എന്തിനാ ഇനി മാറുന്നത്? ഇത്രയൊക്കെ ചെയ്തിട്ടും അച്ഛൻ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ മാറുന്നതെന്ന് പറയാണ്. അപ്പോൾ വിക്രത്തിൻ്റെ തോളൊക്കെ ഇങ്ങനെ ഒരഞ്ഞു മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. വേദയാണെ വിക്രത്തിനെ ചേർത്ത് നിർത്തി തോളിലൊക്കെ മരുന്ന് പുരട്ടിയൊക്കെ കൊടുക്കുകയാണ്. തോളൊക്കെ തൊലി പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ വിക്രവും സന്തോഷത്തോടെ വേദയുടെ ആ സാമീപ്യമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം വിക്രം വിഷമിച്ചങ്ങ് ഇറങ്ങിപ്പോകാൻ തുടങ്ങുക. അപ്പോൾ വേദ കമലയോട് പറയുന്നുണ്ട്, ഇത് വിക്രം ചുമന്നുണ്ടാക്കിയ പണവാ, അല്ലാതെ ആരെയും തല്ലിയതും അടിച്ചതും ഒന്നുമല്ല, ഗുണ്ടാ പണി ചെയ്ത് കിട്ടിയതുമല്ല. വിക്രൻ്റെ ആവന്തിയോളം അവിടെ ആ ചാക്ക് ചുമക്കുന്നത് ഞാൻ കണ്ടതാ. ആ ചാക്ക് ചുമന്ന് കിട്ടിയ പണം കൊണ്ടാണ് നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് വന്നത്. ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെയാകാവുള്ളെന്ന് എന്ന് പറയുമ്പം കമലയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ട് കമല വിക്രത്തിനെ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ച് അവളുടെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും അച്ഛൻ തൻ്റെ ഗിഫ്റ്റൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞത് വിക്രത്തിന് വല്ലാതെ ഫീലാവുക. വിക്രം അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ബീച്ചിലൊക്കെ പോയിരുന്ന് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് വൈകുന്നേരം വരെ. അതേസമയമാണെങ്കിൽ നമ്മുടെ സുധാകരൻ മാഷ് ഈ സത്യങ്ങൾ അറിയാണ് കേട്ടോ. വിക്രം പണിയെടുത്ത് കിട്ടിയ പണം കൊണ്ടാണ് ഇത് വാങ്ങിയതെന്നുള്ള കാര്യം അത് കമല സുധാകരൻ മാഷിനോട് പറയുന്നുമുണ്ട്. അപ്പോഴേക്കും സുധാകരൻ മാഷ് ഭയങ്കര വിഷമാവുകയാണ്. അത് കഴിഞ്ഞ് സുധാകരൻ മാഷിൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. സുധാകരൻ മാഷിൻ്റെ അമ്മയെ കുറച്ച് ദിവസത്തേക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വേഷം മാറുമ്പോഴേക്കും വിക്രം കൊടുത്ത ഷർട്ടും മുണ്ടുമാണ് കേട്ടോ എടുത്തിടുന്നത്. അതെടുത്ത് നെഞ്ചോട് ചേർത്ത് വിടർത്തി നോക്കി, അതിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഭംഗിയൊക്കെ നോക്കി വളരെ സന്തോഷത്തോടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നത് വേദ കാണുകയാണ് കേട്ടോ. അപ്പോൾ വേദയ്ക്ക് മനസ്സിലാകാണ് ഉള്ളിൻ്റെ ഉള്ളിൽ സുധാകരൻ മാഷിന് ഭയങ്കരമായിട്ട് വിക്രത്തിനോട് ഇഷ്ടമാണെന്നുള്ള കാര്യം. അതുപോലെ വിക്രം വാങ്ങിക്കൊടുത്ത ആ സമ്മാനത്തിനോടും ഒരുപാട് ഇഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. വേദയ്ക്ക് അത് മാത്രം മതിയെന്ന് വേദ ചിന്തിക്കുക. വേദയുടെ മനസ്സ് സന്തോഷമാകുകയാണ്. അങ്ങനെ സുധാകരൻ മാഷ് അവിടെ നിന്ന് പോവുകയാണ്. അതിനൊക്കെ ശേഷം വിക്രം വൈകിട്ട് വരുമ്പോഴേക്കും വിക്രം ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. വേദ അടുത്ത് വരികയാണ്. എന്നിട്ട് പറയാണ്, എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നിങ്ങളൊരു നല്ല കാര്യമല്ലേ ചെയ്തത്, അതിനിങ്ങനെ വിഷമിക്കണോ? അപ്പോൾ വിക്രം പറയാണ്, എന്ത് ചെയ്താലെന്താ, എന്നെ ആരും വിശ്വസിക്കില്ല. ഞാൻ പണിയെടുത്ത് എൻ്റെ വേർപ്പൊഴുക്കി കിട്ടിയ പണം കൊണ്ടാണ് ആ സമ്മാനം വാങ്ങിയത്. പക്ഷേ അതൊന്നും സ്വീകരിക്കാൻ അച്ഛനും അമ്മയൊന്നും തയ്യാറാവാഞ്ഞത്, അച്ഛനത് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞത് എനിക്ക് ഒരുപാട് വിഷമമായി എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്,
അത് കാര്യം അറിയാഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞപ്പം മാഷ് അതെല്ലാം സ്വീകരിച്ചു. നിങ്ങളുടെ അച്ഛൻ നിറഞ്ഞ കണ്ണുകളോടെ ആ ഷർട്ട് ഇട്ടുകൊണ്ടാണ് പോയത്. നിങ്ങളുടെ അച്ഛനിപ്പോൾ ഇവിടെ ഇല്ല. എവിടെ പോയതെന്നറിയോ? അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലേക്ക്. ഏത് ഷർട്ടും മുണ്ടും ഇട്ടുകൊണ്ടാ പോയെന്നറിയാവോ? വിക്രം വാങ്ങിക്കൊടുത്ത ആ ഷർട്ടും മുണ്ടും. അതാണ് സുധാകരൻ മാഷ് ഇട്ടുകൊണ്ട് പോയത്. ആ അച്ഛൻ്റെ കണ്ണ് നിറയുന്നതും നിങ്ങളോടുള്ള സ്നേഹവും എല്ലാം ഞാൻ ഒളിച്ചു നിന്ന് കണ്ടതാ. പുറമേ അതൊന്നും പ്രകടിപ്പിക്കാത്തത് മകൻ ഇങ്ങനെയായി പോയല്ലോ എന്നുള്ള വിഷമം കൊണ്ടാ. വളരെ സന്തോഷിച്ച ആ അച്ഛൻ ആ ഷർട്ടും മുണ്ടുമൊക്കെ ഇട്ടുകൊണ്ട് പോയത് എന്ന് പറയുമ്പം വിക്രത്തിന് വല്ലാത്ത സന്തോഷമാവുകയാണ്. അപ്പോൾ വേദയോട് ചോദിക്കുക, നീ പറയുന്നത് ശരിയാണോ വേദേ? അതെ, ഇതുപോലെ ഇനി മാറ്റം ഉണ്ടാവും. നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും. നിങ്ങളിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് പറയുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നീയാണ് വേദേ ഞങ്ങളുടെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്നത്. അതിന് നിനക്ക് വളരെയധികം നന്ദി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതേ സമയമാണെങ്കിൽ നമ്മുടെ വിശ്വം ജോലിക്കെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടെങ്കിലും ജോലി സ്ഥലത്ത് പോയിരുന്ന് സ്ഥിരമായിട്ട് ഉറങ്ങുന്നത് കാരണം തന്നെ ജോലിയൊന്നും ഇല്ല കേട്ടോ വിശ്വത്തിന്. ചോറും ഒക്കെ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് പകലൊക്കെ ഉറങ്ങി ഉച്ചയാകുമ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ജോലിക്ക് പോയെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് തിരിച്ചു വരികയാണ് പതിവ്. അതും വേദ കണ്ടെത്തുകയാണ് കേട്ടോ. നമ്മുടെ ശ്രീജ വിളിക്കുന്നൊക്കെ ഉണ്ട് ഇടയ്ക്ക് വിശ്വത്തിന്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, ഞാൻ ജോലി സ്ഥലത്താണ്, ഭക്ഷണം കഴിക്കുകയാണ് എന്നൊക്കെ. പക്ഷേ അത് വെറും കള്ളത്തരമാണ്. വിശ്വത്തിന് ജോലിയൊന്നുമില്ല. വിശ്വൻ ആണെങ്കിൽ വീട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് രാവിലെ ചോറുപൊതിയൊക്കെ ആയിട്ട് പോകും. എവിടെയെങ്കിലും പോയി ഇരിക്കും. കുറേ സമയം അവിടെയൊക്കെ ഇരുന്ന് ഉറങ്ങും. അതിനൊക്കെ ശേഷം പോയി ഭക്ഷണം കഴിക്കും. വൈകിട്ട് തിരിച്ചു വരും. ഇതും വേദ കണ്ടെത്തുകയാണ്. ഇതെല്ലാവർക്കും കുറേ വിഷമമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഭയങ്കര വിഷമാവുകയാണ് വേദയ്ക്ക്. എല്ലാവരെയും ചേർത്ത് നിർത്താൻ വേദ നോക്കുമ്പം ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ ചതികളൊക്കെ നടക്കുമ്പം വേദയ്ക്ക് അത് വിഷമാവുന്നുണ്ട്. എല്ലാം ശരിയാക്കാൻ തന്നെ വേദ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ വേദയെ ചേർത്ത് നിർത്താൻ വിക്രവും തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ വരാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്